ഹായ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹിന്ദി വായിക്കാനും എഴുതാനും പോലും മര്യാദയ്ക്ക് അറിയാത്ത ഒരു സ്റ്റുഡന്റ് BAMS പഠിക്കാൻ പോയി വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ പ്ലസ് എന്ന ഇന്ത്യസ് ഫസ്റ്റ് BAMS എക്സാമിനേഷൻ ഗൈഡ് ആപ്പിന്റെ കോ-ഫൗണ്ടർ ആയ കഥയാണ്. ഇതെന്റെ തന്നെ കഥയാണോ. ഞാൻ കോളേജിൽ വെച്ച് അക്കാഡമിക്സിലല്ല ബാക്കി കാര്യങ്ങളിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് സമയമാണ് പഠിച്ചിരുന്നത്. ഞാൻ വലിയ പഠിപ്പിയൊന്നും ആയിരുന്നില്ല. ഞാൻ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പഠിക്കാൻ നല്ല സമയം എടുത്താണ് ഞാൻ ആയുർവേദം പഠിച്ചിരുന്നത്. മോഡേൺ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആയുർവേദം ശ്ലോകാസ് ഞാൻ പഠിച്ചാലും ഈ കൃത്യമായിട്ട് ഓർത്തെടുക്കാനായിട്ട് പറ്റാറില്ലായിരുന്നു. അപ്പൊ ഞാൻ പിന്നീട് അങ്ങോട്ട് ചിന്തിച്ച് ഞാൻ എന്റേതായിട്ടുള്ള ഒരു ലേണിംഗ് സ്റ്റൈലും ഒപ്പം പ്രസന്റേഷൻ സ്കില്ലും ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. ശേഷം ഞാൻ ഫസ്റ്റ് ഇയർ ടു ഫൈനൽ ഇയർ ഒരു സപ്ലി പോലും ഇല്ലാതെ ഞാൻ ക്ലിയർ ആയി. അപ്പം ഞാൻ പാസ്സായി 1-2 വർഷത്തിന് ശേഷം പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പഠിച്ചിരുന്നത് വളരെ റിലാക്സ് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. പല കുട്ടികളും ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് BAMS പാസ്സാവുന്നത്. അപ്പൊ എന്തുകൊണ്ട് എന്റെ ഒരു ലേണിംഗ് സ്റ്റൈൽ ബാക്കി കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സെറ്റ് ചെയ്തുകൂടാ? അങ്ങനെയാണ് ഡോക്ടർ പ്ലസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.